നമ്മുടെ ഫാമിലി ഇന്നത്തെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഇൻക്യുബേറ്ററിലിരിക്കുന്ന രണ്ടാമത്തെ ബാച്ച് കുഞ്ഞുങ്ങൾ വീണ്ടും വിരിഞ്ഞിരിക്കുകയാണ്. 9 കുഞ്ഞുങ്ങളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ക്വാക്ക് ഫാമിലിയൊക്കെ ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കുഞ്ഞുങ്ങളെ ബ്രൂഡറിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് നമ്മുടെ കോഴിയമ്മയും പിള്ളേരും എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നു നോക്കി. അവർ വളരെ ഹാപ്പിയാണ്, അവർക്ക് തീറ്റ ഇട്ട് കൊടുത്തു. എന്നാൽ പിന്നെ ഒട്ടും താമസിപ്പിക്കേണ്ട, ബാക്കി വിരിഞ്ഞിരിക്കുന്ന 9 കുഞ്ഞുങ്ങളെ നേരെ പിടിച്ചുകൊണ്ട് ഇവിടെ ഇറക്കാമെന്ന് കരുതി. ആദ്യമേ വിചാരിച്ചത് നമ്മൾ ഹീറ്റ് ബൾബൊക്കെ സെറ്റ് ചെയ്തിട്ട് അമ്മയെ മാറ്റിയിട്ട് കുഞ്ഞുങ്ങളെ മാത്രം ഇറക്കാമെന്നാണ്. പക്ഷേ അമ്മയും കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ ഒരു കെമിസ്ട്രി ആയിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് സഹിച്ചില്ല, മാറ്റാൻ തോന്നിയില്ല. അതുകൊണ്ട് അവരെ അവിടെ തന്നെ നിർത്തിയിട്ട് ഈ കുഞ്ഞുങ്ങളെ കൂടെ ഇങ്ങോട്ട് ഇടാമെന്ന് കരുതി. ഒന്നുമില്ലെങ്കിൽ ഇവർ പെട്ടെന്ന് കാര്യപ്രാപ്തിയിലേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാര്യം ഓൾറെഡി ഉള്ള 5 കുഞ്ഞുങ്ങളും വളരെ ഹാപ്പിയാണ്, വളരെ ഹെൽത്തിയാണ്. അതോടൊപ്പം തന്നെ അവർ സ്വന്തമായിട്ട് ബ്രൂട്ടീഷൻ ചെയ്യാൻ വരെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതെന്തായാലും നമ്മൾ ഇതുവരെ കാണാത്ത ഒരു പാറ്റേൺ ആണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ. സാധാരണ നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആദ്യമേ തീറ്റ തിന്നാനും വെള്ളം കുടിക്കാനും ഏതാ തീറ്റ ഏതാ വെള്ളമെന്ന് അറിയാത്ത ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ വെറും ഒരാഴ്ച പ്രായമായപ്പോൾ തന്നെ സ്വന്തം ചിറവുകളും അതോടൊപ്പം തന്നെ തൂവലും എല്ലാം കൊത്തി വൃത്തിയാക്കാനുള്ളൊരു പരിപാടി വരെ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇത്രയും നാൾ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയതിന് ശേഷം ഇത്രയും കാര്യപ്രാപ്തിയോടെ കുഞ്ഞുങ്ങളെ കിട്ടിയ ഒരു ചരിത്രം ഇത് ആദ്യമായിട്ടാണ്. പക്ഷേ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ ഈ കോഴിയും കോഴിക്കുഞ്ഞുങ്ങളെയും കൂടെ ഒന്നിച്ച് പുറത്തേക്ക് തുറന്ന് വിട്ട് കഴിഞ്ഞാൽ 2-ൻ്റെ എണ്ണോ 3-ൻ്റെ എണ്ണോ നമുക്ക് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഒന്നിനെയും കിട്ടില്ല. കാര്യമെന്ന് പറയുന്നത് കീരി തന്നെയാണ്. കീരിയുണ്ട്, പൂച്ചയുണ്ട്, അതോടൊപ്പം തന്നെ പരുന്തും വളരെ ശല്യമുള്ളൊരു ഏരിയയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് ഇവരെ കൂട്ടിലിട്ടിരിക്കുന്നത്. പക്ഷേ കൂട്ടിലിടുമ്പോൾ മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് നമ്മുടെ കോഴിയമ്മയ്ക്ക് അത് അത്യാവശ്യം നല്ല സ്ട്രെയിനുള്ള പരിപാടിയാണ്. കാര്യം ഈ കൂട്ടിൽ കിടക്കുമ്പോൾ ഈ തീറ്റ മാത്രം കൊണ്ട് ഇവൾക്ക് അത്യാവശ്യം ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ്. ഇവരിങ്ങനെ കൊത്തിപ്പറക്കി നടക്കുന്നതായതുകൊണ്ട് തന്നെ ആ ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിലേ അവൾക്ക് നല്ലപോലെ ഇരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഒരു കെയറും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾ അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. അധികം സ്പേസ് ഇല്ലാതെ ആയിട്ട് പോലും അവൾ കടിച്ചു പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തന്നെ തോന്നുന്നുണ്ട്. വളരെ കെയർഫുള്ളായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നതാണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും നല്ല കെയർഫുള്ളായിട്ടാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ പുതിയ 9 പിള്ളേരെ കൊണ്ടുവന്നപ്പോൾ ഒന്ന് പേടിച്ചു പോയി. കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ എണ്ണത്തിൽ കൂടി ഇവൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ കൊന്ന് ഒഴിവാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഇടയ്ക്കൊന്ന് കൊത്തുന്നതും കണ്ടു, ഞാൻ പേടിച്ചു പോയി. പക്ഷേ ദൈവാധീനം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം വന്ന് നോക്കിയപ്പോഴും നമ്മൾ കൊണ്ടിറക്കി എല്ലാ പിള്ളേരും അവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ല കാര്യപ്രാപ്തിയോടെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്തായാലും നമ്മൾ ഇവിടുന്ന് കോഴിയമ്മയെ മാറ്റേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പിള്ളേരെ എല്ലാവരെയും കൂടെ നമുക്ക് ഈ കൊച്ചു കൂട്ടിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിയമ്മയെ മാറ്റിയിട്ട് പിള്ളേരെ മാത്രം ആക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ ചെറുതായിട്ട് കൃഷികളൂടെ ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൺലൈനായിട്ട് ഇതുപോലുള്ള കുറച്ച് സീഡുകളൊക്കെ മേടിച്ചിട്ട് ചുമ്മാ ഒന്ന് കൃഷിയായി ഇട്ട് നോക്കുകയാണ്. കുറച്ച് ഓർഗാനിക്കായിട്ടുള്ള ഫുഡുകൾ കഴിക്കാമെങ്കിൽ അതുകൂടെ കിട്ടുമെന്നുള്ള കാര്യത്തിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. എന്തായാലും നമ്മൾ കോഴി കൃഷിയും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഇതുകൂടെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇത് ചെയ്ത് നോക്കുന്നത്. അതെന്തായാലും എങ്ങനെ വരുമെന്ന് നമുക്ക് വഴിയേ കാണാം. ആൻഡ് ഓൾസോ നമ്മുടെ പിള്ളേരെല്ലാം ഇതിൻ്റെ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് ചൂട് പറ്റാനും സ്വന്തമായിട്ട് ബ്യൂട്ടീഷ്യൻ ചെയ്യാനും എല്ലാം പഠിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. അങ്ങനെ എന്തൊക്കെയായാലും ഇതൊക്കെ കണ്ട് കുറേ നേരം സമയം പോയതറിഞ്ഞേയില്ല. ഓരോരുത്തരെ എല്ലാവരും ഹാപ്പിയാണോ, ഓക്കെയാണോ, ഫുഡൊക്കെ കഴിക്കുന്നുണ്ടോ, അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ കുറേ നേരം ഇരുന്ന് പോയി. അത് മാത്രമല്ല, നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഈ വെള്ളത്തിൻ്റെ പാത്രം മാറ്റി വെച്ചിട്ടാണ് പോകുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ നല്ല പ്രശ്നമോ. എന്നാൽ നമുക്ക് വെള്ളം കുറച്ച് നേരമെങ്കിലും പോസ്റ്റ്പോണ്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ അതും സാധ്യമല്ല. കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഹീറ്റ് ബൾബ് ഇട്ട് കൊടുത്തതിനകത്ത് വളരെ വലിയ ചൂട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ചൂട് വരുമ്പോൾ ഇവർ പെട്ടെന്ന് ഡീഹൈഡ്രേറ്റഡ് ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഇവർക്ക് വെള്ളം കൃത്യമായിട്ട് കിട്ടണം. അപ്പം നമ്മൾ ഈ വെള്ളം കൊടുക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് കൂടെ നിന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ വെള്ളം കുടിക്കാനുള്ള ആക്രാന്തത്തിൻ്റെ ഇടയിൽ ചിലരൊക്കെ മുങ്ങിച്ചാവാനും ചിലരൊക്കെ അതിൻ്റെ ഇടയിൽ കഴുത്തി ഞെരുങ്ങി ചാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതിൻ്റെ ചില സംഗതികളൊക്കെ നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ കണ്ടെങ്കിലും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്യാവശ്യം ഇതിനെല്ലാത്തിനെയും മാനേജ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ എന്തായാലും നമ്മൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞപ്പോൾ തന്നെ കുറേ അധികം സുഹൃത്തുക്കൾ കുഞ്ഞുങ്ങളെ ചോദിച്ചിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കൊടുത്തു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്ന അവർക്കും അത് ജീവിപ്പിച്ചെടുക്കാനുള്ള കാര്യം പാടാണ്. അതോടൊപ്പം തന്നെ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ ഒരു പരുവമായിട്ട് എന്തായാലും കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവർക്ക് കൊടുക്കുന്നതാണ്. നിലവിലെ കുഞ്ഞുങ്ങളെല്ലാവരും ഓൾറെഡി ബുക്കഡായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്തടുത്ത ബാച്ചുകൾ വരുന്നതിനനുസരിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ എല്ലാവർക്കും വേണ്ടുന്ന രീതിയിൽ ഡെലിവറി ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വീണ്ടും നമ്മുടെ ഫാമിൻ്റെ പ്രവർത്തനങ്ങൾ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. കോഴി ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.